മക്കയിലെ 13 വർഷക്കാലത്തെ ജീവിതത്തിന് ശേഷം നാടും വീടും കുടുംബവും ഉറ്റവരും ഉടയവരുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് യസ്രിബിലേക്കുള്ള പ്രവാചകന്റെ പലായനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് പലരും പലായനത്തിന് സന്നദ്ധമായി. ആ കൂട്ടത്തിൽ ഉമ്മുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരും ഹിജറ ചെയ്യാൻ സന്നദ്ധമായി. അതിനു മുമ്പേ അവരുമായി ഒരു വിവാഹാലോചന നടന്നിരുന്നു. ആ വിവാഹാലോചന നടന്ന സഹോദരൻ അവരെ വിവാഹം കഴിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ മഹദി ഹിജറക്കാണ് പ്രാമുഖ്യം കൊടുത്തത്. സ്വാഭാവികമായും ആ സഹോദരനും അവരുടെ കൂടെ മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് പലായനം ചെയ്തു. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. തീർച്ചയായിട്ടും കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്നത് ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശാനുസാരം ഹിജറ ചെയ്തവർക്ക് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും അടുക്കൽ ആ ഹിജറയുണ്ട്. മറ്റു ഭൗതികമായ താല്പര്യങ്ങളോ വിവാഹമോ സ്ത്രീയെ ഉദ്ദേശിച്ച് പലായനം ചെയ്തവർക്ക് അതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഉയർന്ന ഒരാശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും എല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇസ്ലാം ആശ്ലേഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആശയത്തിന്റെ ഉള്ളടക്കം കൊണ്ടും മികവ് കൊണ്ടും അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ തെളിച്ചം കൊണ്ടും മാത്രം നിർവഹിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. പണമോ പ്രണയമോ പ്രകോപനമോ പ്രലോഭനമോ ഇസ്ലാം ആശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ഒരർത്ഥത്തിലും പരിഗണനീയമല്ല. അത്തരം ധാരണയുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് ധാരണയില്ലാത്തവരാണ്. ഇസ്ലാം ലക്ഷ്യം എത്ര വിശുദ്ധമാണോ അതിലേക്കുള്ള മാർഗവും വിശുദ്ധമായിരിക്കണമെന്ന് നിർബന്ധവും കണിശതയുമുള്ള ദർശനമാണ്. ഒരു ധാർമ്മിക ദർശനത്തിലേക്കുള്ള വഴി തീർച്ചയായിട്ടും ധാർമ്മികത ഉയർന്നു നിൽക്കുന്ന വഴി തന്നെയായിരിക്കണം. അതാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ അനുശാസിക്കുന്നത്.